അപ്പോഴേക്കും ദേവ അവന്റെ അടുത്തേക്ക് ഓടി വന്നവനെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് പതുങ്ങി. അവളുടെ മുടിയിൽ മെല്ലെ തലോടി രുദ്രനും. കുറച്ചു സമയം അതേ നിൽപ്പ് നിന്നതിന് ശേഷം അവൾ അവനിൽ നിന്ന് അകന്നു മാറിയത്. അവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ട് ഒരു കുഞ്ഞു പുഞ്ചിരി യാമിയിൽ തെളിഞ്ഞു. എങ്കിൽ ഋഷിക്ക് തന്നോടുള്ള അകൽച്ചയും രുദ്രനോടുള്ള സ്നേഹവും കണ്ട് കുഞ്ഞൊരു കുശുമ്പാണ് വന്നത്. അവന്റെ മുഖം അവൻ പോലും അറിയാതെ വീർത്തുപോയി. സുഖമല്ലേ മോളെ? ദേവിയുടെ തലയിൽ തലോടി രുദ്രൻ പറയുമ്പോൾ തന്നോട് തല്ലു പിടിച്ചും ചിണിയൊക്കെ നിന്നിരുന്ന ആ കുഞ്ഞി പെണ്ണായിരുന്നു. എത്ര വലുതായാലും അവൾക്കിനി എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും അവളുടെ തലയിൽ നര വീണാലും അവൻ എന്നും അവൾ അവന്റെ കുഞ്ഞിപ്പെണ്ണ് തന്നെയായിരിക്കും. ഇന്ദ്രൻ ഇപ്പോഴും സിതാരയെ കാണും പോലെ. ഋഷിയും ചെരിഞ്ഞു നോക്കി രുദ്രനെ നോക്കുന്ന ചെറുചിരിയുടെ മൂളി ദേവ. അവിടെ അമ്മായിയമ്മ പോലും അമ്മായിയച്ഛൻ പോലും ഒന്നും ഉണ്ടാവില്ല എന്ന് ഏട്ടനറിയാം. പക്ഷെ ഇവനെ എനിക്ക് വലിയ വിശ്വാസമില്ല. ഋഷിയെ ചൂണ്ടിക്കാണിച്ച് രുദ്രൻ പറയുമ്പോൾ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു ഋഷി. നീ പേടിക്കണ്ട മോളെ. ഇനിയിപ്പോ നിനക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒന്നും നോക്കണ്ട, ഇങ്ങ് പോന്നേക്ക് നമ്മുടെ വീട്ടിലേക്ക്. ഞാൻ നോക്കിക്കോളാം നിന്നെ. രുദ്രന്റെ വാക്കുകൾ കേൾക്കെ ചിരി കടിച്ചു പിടിച്ചു ദേവ ഋഷിയെ നോക്കി. അവൻ രുദ്രനെ ദേഷ്യത്തോട് നോക്കുകയായിരുന്നു. ആ സമയം അവന്റെ ചുണ്ടിൽ ചെറിയ രീതിയിൽ മാത്രം അനങ്ങുന്നുണ്ട്. രുദ്രൻ ഏതോ മുട്ടൻതെറി പറയുകയാണെന്ന് യാമിക്കും ദേവയ്ക്കും ഒരുപോലെ മനസ്സിലായി. ആ കണ്ണിൽ തെളിയുന്ന കുശുമ്പും ദേഷ്യവും എല്ലാം തനിക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കെ ദേവയുടെ ഉള്ളം അവൾ പോലും അറിയാതെ ഒന്ന് കുളിർത്തുപോയി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അവളുടെ കവിളിലൊന്ന് തട്ടി രുദ്രൻ ചോദിച്ചന് ഒന്ന് തലയാട്ടി ദേവ. സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞുവെങ്കിൽ ഒന്ന് വരുന്നുണ്ടോ? എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. പെട്ടെന്നുള്ള കെട്ടായത് കൊണ്ട് എനിക്ക് ലീവൊന്നുമില്ല. രുദ്രന്റെ സംസാരം ഒട്ടും ഇഷ്ടമാവാത്തവൻ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നും രാവിലെ തന്നെ അവന് ദേഷ്യം പിടിപ്പിച്ച സന്തോഷത്തിൽ രുദ്രൻ അവൻ പോകും നോക്കി നിന്നു. ഏട്ടാ, ഞാൻ പൊക്കോട്ടെ? മുണ്ടിന്റെ ഒരു തല പിടിച്ച് വേഗത്തിൽ പടികളിറങ്ങുന്നവനെ നോക്കി ദേവ പറഞ്ഞു. ചെല്ല്. നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് ഇറങ്ങാൻ നോക്ക്. പിന്നെ ജീവിതമാണ്, ചെറിയ തട്ടലും മുട്ടലൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കണം. എന്നിട്ട് നമ്മുടെ അച്ഛനും അമ്മയും ജീവിക്കും പോലെ വയസ്സായാലും സ്നേഹത്തോടെയും പ്രണയത്തോടെ അങ്ങ് കഴിയാം. രുദ്രൻ പറയുമ്പോൾ ദേവയുടെ ഉള്ളിലെ പരിഭവം ചെറുതായൊന്ന് അയഞ്ഞുപോയി. യാമി ഒരു നിമിഷം രുദ്രനെ നോക്കി നിന്നുപോയി. അനിയത്തിക്ക് ആദ്യം കൊടുത്ത ഉപദേശം അത് ഋഷിയെ കേൾപ്പിക്കാൻ മാത്രമാണെങ്കിൽ ഇപ്പോ അവൾക്ക് കൊടുക്കുന്നത് ഏട്ടൻ എന്ന നിലയിൽ അവളുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. ഇവരെ മനസ്സിലാക്കാനേ പറ്റുന്നില്ലല്ലോ. ഇവൻ നല്ലവനാണോ അതോ നല്ലവനെ പോലെ അഭിനയിക്കുന്ന അസുരനോ? വന്ന അന്ന് മുതലുള്ള ചോദ്യം വീണ്ടും അവളുടെ ഉള്ളിൽ നിറഞ്ഞു. എന്ത് നോക്കി നിൽക്കുക, വരുന്നില്ലേ? യാമിയുടെ മുഖത്തിന് നേരെ കൈഞ്ഞൊടിച്ചുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ യാമി ഒരു പിടപ്പോടെ അവനെ നോക്കി. അവന്റെ അടുത്തുണ്ടായിരുന്ന ദേവ അമ്പലപ്പടവും കഴിഞ്ഞ് നിർത്തിയിട്ടിരിക്കുന്ന ഋഷിയുടെ ബൈക്കിനടുത്ത് എത്തിയിട്ടുണ്ട്. പകൽ സ്വപ്നം കാണാതെ ഇങ്ങോട്ട് വാ പെണ്ണെ, മനുഷ്യന് പോയിട്ട് ഒരു 100 കൂട്ടം കാര്യങ്ങളുണ്ട്. രുദ്രൻ അവളെ ഒന്നുകൂടെ നോക്കി അത്രയും പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ അവന്റെ പിന്നിലായി ഓരോ പടവും കയറി യാമി. കണ്ണുകളടച്ച് കോവിലിന് മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ മിഴികൾ അവൾ പോലും അറിയാതെ നിറഞ്ഞിരുന്നു. നിന്റെ ചേട്ടന്റെ വാക്കും കേട്ട് എന്നെ ഇട്ടിട്ട് പോവോ? കുറുമ്പ് നിറഞ്ഞ നോട്ടവും അവന്റെ ചൊടിയോടുള്ള സംസാരവും കേൾക്കെ ദേവ അവനൊന്ന് കൽപ്പിച്ചു നോക്കി. ഹോസ്പിറ്റലിലേക്ക് പോകാൻ ധൃതിയിൽ ഒരുങ്ങുന്നവന് ഒരു കപ്പ് കോഫിയുമായി വന്നതാണ് ദേവ. അവളുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി കുടിക്കുന്നതിനിടെയാണ് അവന്റെ ആ ചോദ്യം. ഇട്ടിട്ട് പോവാതിരിക്കാൻ നമ്മളെ പ്രേമിച്ച് കെട്ടിയൊന്നല്ലോ. നിന്റെ കല്യാണം മുടങ്ങിയപ്പോ സച്ചുവേട്ടന് പകരക്കാരനായി വന്നതല്ലേ നിങ്ങള്? ദേവയുടെ ചോദ്യം അവന്റെ ഉള്ളിൽ 1000 കത്തി കുത്തി ഇറക്കും പോലെ ഒരു വേദന തോന്നി. അവൻ അവളുടെ മിഴിയിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു. ദേവ, എനിക്കിപ്പോ ഒന്നും. എത്ര ന്യായങ്ങൾ പറഞ്ഞാലും അവൾ ക്ഷമിക്കില്ല എന്ന് അറിഞ്ഞിട്ടും അവന്റെ ഭാഗം അവളോട് പറയാനായി കെഞ്ചി. എന്നാൽ ഒന്നും കേൾക്കാൻ താല്പര്യമില്ലാതെ അവളും. പിന്നെ ഞാൻ ഇട്ടിട്ട് പോകുമ്പോ സങ്കടപ്പെടാൻ എന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് സ്വന്തമാക്കുന്നല്ലോ എന്നെ. അങ്ങനെ നിങ്ങൾ എല്ലാവരുടെ മുന്നിലും ഒന്ന് പറയാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഞാൻ. അങ്ങനെ നിങ്ങൾ എന്നെ സ്വന്തമാക്കിയിരുന്നെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്ന ആള് ഞാനായേനെ. പക്ഷെ ഇപ്പോ കല്യാണം മുടങ്ങിപ്പോയൊരു പെണ്ണിന് ജീവിതം കൊടുത്തൊരു പുണ്യവാൻ അല്ലേ നിങ്ങള്? എന്റെ മനസ്സ് കാണാതെ, എന്റെ ഇഷ്ടം മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വേണ്ടി എന്നെ കല്യാണം കഴിച്ച നിങ്ങളോട് എനിക്കിപ്പോ ഇഷ്ടമോ സ്നേഹമോ പ്രണയമോ ഒന്നുമില്ല, ഇനി ഉണ്ടാവുകയില്ല. വാശിയോട് സംസാരിച്ചു തുടങ്ങിയവളുടെ ശബ്ദം അവസാനമായപ്പോഴേക്കും ഇടറിപ്പോയിരുന്നു. കണ്ണുകൾ ചെറുതായി ചുവന്നു പോയി. എങ്കിലും തന്റെ നിറഞ്ഞ കണ്ണുകളോടെ അവന് മുന്നിൽ അവൾ നിന്നില്ല. അവനൊന്നും മിണ്ടാതെ കയ്യിലെ കപ്പ് ചുണ്ടോട് അടുപ്പിച്ചു. അവളെ നോക്കിയ കോഫി സിപ്പ് ചെയ്തു. തന്റെ നേർക്കുള്ള അവന്റെ കോഫി കപ്പ് കുടിച്ച് അവളുടെ നേർക്ക് നീട്ടിയതും അത് വാങ്ങി തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയ ദേവിയുടെ കൈ മുറുകെ പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി. അവളുടെ ശരീരത്തിലേക്ക് ഭാരം കൊടുക്കും പോലെ ചേർന്ന് നിന്നു ഋഷി. അവളുടെ ഹൃദയം പെരുമ്പറ പോലും ഇടിക്കാൻ തുടങ്ങി. ഋഷിയേട്ടാ, എന്താ ഇത്? മാറിക്കേ.
അവന്റെ നെഞ്ചിൽ പിടിച്ചൊന്ന് പിന്നിലേക്ക് തള്ളി ദേവി അവനെ. എന്നാൽ അവളിൽ നിന്നും ഒട്ടും മാറാതെ അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ച് ദേവ കണ്ണുകൾ മുറുകെ അടച്ചു പോയി. ഇതൊക്കെയാണ് എനിക്ക് എന്നോടുള്ള ദേഷ്യമെങ്കിൽ എനിക്കതൊന്നും തിരുത്താൻ കഴിയില്ല. നീ എന്നെ വെറുക്കുകയാണെങ്കിൽ വെറുത്തോ, പക്ഷേ പണ്ട് നീ എന്നെ സ്നേഹിച്ചതിന്റെ 1000 മടങ്ങ് ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോവാണ്. ആ സ്നേഹത്തിൽ വീഴാതിരിക്കാൻ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. കാറ്റുപോലെയുള്ള അവന്റെ നേരിയ ശബ്ദം കാതിൽ പതിഞ്ഞതും ഒന്ന് മെഴിയുയർത്തി അവനെ പുച്ഛത്തോടെ നോക്കിയതും അവന്റെ അതരങ്ങൾ അവളുടെ കവിളിൽ അമർന്നതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തിയോ അതോ ആ താടി രോമങ്ങൾ തീർത്ത ആ കുഞ്ഞു സുഖമുള്ള നോവോ? അവളുടെ ശരീരത്തിലെ കുഞ്ഞു രോമങ്ങൾ പോലും ഒന്ന് കുളിർത്ത് നിവർന്നു പോയി. ഞാൻ പ്രണയിക്കാൻ പോവാ. പ്രണയിച്ച് നിന്നെ തളർത്തും ഞാൻ. എന്നിട്ട് ഇട്ടിട്ട് വരുവാണെങ്കിൽ വന്നോ എന്ന് പറഞ്ഞ നിന്റെ ഏട്ടന് മുന്നിൽ നിന്ന് നീ എനിക്ക് വേണ്ടി വാദിക്കും. അവനല്ല ഞാനാണ് ശരിയെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ ഉറക്കെ വിളിച്ചു പറയും. അവന്റെ ചുംബനത്തിൽ തളർന്ന് ചുമരിൽ ചാരി കണ്ണുകൾ മുറുകെ അടച്ച് നിന്നു പോയവളെ അത്രയും പ്രണയത്തോടെ നോക്കി ഋഷി പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവൻ പറഞ്ഞ ഓരോ വാക്കുകളും മനസ്സിലൊരു കുളിർ നൽകുമ്പോഴും പൂർണ്ണമായി അതിൽ സന്തോഷിക്കാൻ കഴിയാതെ ഉളറിപ്പോകുന്നു അവളുടെ മനസ്സ്. ദേ കിടക്കും നിന്റെ പാസ്പോർട്ട്. എങ്ങോട്ടാന്ന് വെച്ച പോക്കോ. ഇതിനു വേണ്ടിയല്ലേ അമ്പലത്തിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കിയിരുന്നേ. ഇവിടെ ആരും നിന്നെ നിർബന്ധിച്ച് നിർത്തില്ല. നിനക്ക് പോകാൻ ആണ് തോന്നുന്നതെങ്കിൽ അങ്ങോട്ടാന്ന് വെച്ച പൊക്കോ. കട്ടിലേക്ക് അവളുടെ പാസ്പോർട്ട് എറിഞ്ഞു കൊടുത്ത് രുദ്രൻ പറഞ്ഞ് തിരിഞ്ഞു പോകാൻ എന്തും. രുദ്ര. പിന്നിൽ നിന്ന് യാമി വിളിച്ചതും ഒന്ന് തിരിഞ്ഞു നോക്കിയവൻ. എനിക്ക് എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മുഖത്ത് പതിവിലും കൂടുതൽ ഗൗരവം ഉണ്ടായിരുന്നു യാമിയിൽ. എന്ത് സംസാരിക്കാൻ? നമ്മളെല്ലാം പറഞ്ഞു നിർത്തിയതല്ലേ. രുദ്രൻ ഫോണിലേക്ക് വന്ന സണ്ണിയുടെ കോൾ വന്നും അവൻ അല്പം ധൃതിയോടെ പറഞ്ഞു. ഇല്ല, എനിക്ക് പറയാൻ ഇനിയുമുണ്ട്. യാമി പറയുമ്പോൾ സംശയഭാവത്തിൽ രുദ്രന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഞാൻ ഞാൻ നാട്ടിലേക്ക് വന്ന് ഈ നാടും വീടൊക്കെ കണ്ട് വെക്കേഷൻ ആസ്വദിക്കാനല്ല. ഞാൻ വന്ന് എന്റെ എന്റെ ഹരിനന്ദനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാ. യാമിയുടെ വാക്കുകൾ കേൾക്കെ രുദ്രൻ ഒരു നിമിഷം അവൻ കെട്ടിയ സ്വർണത്താലിയിലേക്കൊന്ന് നോക്കി. അതിനൊപ്പം എന്റെ ഹരിനന്ദൻ എന്ന അവളുടെ വാക്കുകളും അവന്റെ കാതിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരുന്നു. ഞാൻ ഹരി ആദ്യമായി കാണുന്നത് ഞങ്ങളുടെ കോളേജിലേക്ക് അവൻ വന്ന ദിവസമായിരുന്നു. യാമി പറഞ്ഞു തുടങ്ങുമ്പോൾ കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയം കേൾക്കും പോലെ അലസമായി ദൂരേക്ക് നോക്കി നിന്നു രുദ്രൻ. വീട്ടിൽ നിന്നും പറയാൻ പറ്റുന്ന കാര്യമല്ലാത്തത് കൊണ്ട് അവൻ അവളെയും കൂട്ടി നേരെ വന്ന് ആ മൊട്ടക്കുന്നിലേക്കാണ്. ഇളം കാറ്റ് മുടിയെ തലോടി പോകുമ്പോഴും അവളുടെ മനസ്സിനെ തണുപ്പിക്കാൻ ആ കാറ്റിന് കഴിഞ്ഞില്ല. നാട്ടിലെ കോളേജിൽ നിന്ന് പഠിച്ച് സ്കോളർഷിപ്പ് നേടി UK വന്നൊരു പാവം പട്ടരച്ചക്കൻ. പുതിയ രാജ്യവും ആളുകളും ഭാഷയും എല്ലാം കണ്ടും കേട്ടും പേടിച്ചു നിൽക്കുന്ന അവനെ കണ്ടതും ആദ്യം ഒരു തമാശയായിരുന്നു ഞങ്ങൾക്ക് അവൻ. യാമി പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ട് വന്നൊരു പുഞ്ചിരിയുടെ പറഞ്ഞു തുടങ്ങുമ്പോൾ അവളെ നോക്കാതെ തന്നെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്ത് വെച്ച് കത്തിച്ചു. ആ പുക അന്തരീക്ഷത്തിൽ അലിഞ്ഞുപോയി. ആരോട് അധികമൊന്നും സംസാരിക്കാതെ കൂട്ടുകൂടാതെ പതുങ്ങി നിൽക്കുന്നവനെ കളിയാക്കിയും തമാശ പറഞ്ഞും അവനെ ഞങ്ങൾ എല്ലാവരും ആദ്യം അകറ്റി നിർത്തി. പിന്നെ പിന്നെ അവന്റെ ഓരോ പ്രവൃത്തിയും എനിക്കൊരു കൗതുകമായി മാറി. നെറ്റിയിൽ എന്നും ഇടുന്ന ചന്ദനക്കുറയും അവന്റെ ആ കണ്ണടയും ഫുൾ സ്ലീവ് ഷർട്ടും എല്ലാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. മെല്ലെ മെല്ലെ ഓരോന്ന് സംസാരിച്ച് അടുത്ത ചെന്നിരുന്നു ഞാൻ അവനിലേക്ക് വളരെ അടുത്തുകൊണ്ടിരുന്നു. വീടും ക്ഷേത്രവും അവന്റെ നാടും മാത്രം അറിയാവുന്ന അച്ഛന്റെ വാക്കുകൾ മാത്രം കേട്ട് പേടിച്ച് ജീവിക്കുന്ന ഒരു പഞ്ചപാവം പയ്യൻ. ഹരിയുടെ മുഖം മനസ്സിൽ നിറച്ചവൾ പറയുമ്പോൾ അവളുടെ മുഖം പോലും ചെറുതായി ഒന്ന് വിടർന്നു. അവളെ ഒരു നിമിഷം നോക്കിയവന് അവളുടെ കണ്ണിലെ തിളക്കവും പുഞ്ചിരിയും കാണേ എന്തിനെന്ന് പോലും അറിയാത്തൊരു ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അവൻ ആദ്യമൊക്കെ എനിക്ക് നല്ലൊരു ഫ്രണ്ടായിരുന്നു. പിന്നീട് എപ്പോഴൊക്കെ അവൻ മാത്രമായി എന്റെ ലോകം. അവന്റെ കൂടെ മാത്രം ഇരിക്കാനും അവനോട് സംസാരിക്കാനും മാത്രം ഞാൻ സമയം ചിലവഴിച്ചു. അതിൽ മാത്രം സന്തോഷം കണ്ടെത്തി. ഹരിയെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് നാവ് 100,000 ആയതുപോലെ. രുദ്രൻ ഒരു ദീർഘശ്വാസം എടുത്ത് അവളെ നോക്കി ഒന്നുകൂടെ സിഗരറ്റിന്റെ പുക ആഞ്ഞു വലിച്ചു. അവനത് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നിപ്പോയി. അവന്റെ നോട്ടത്തിലും ഇടയ്ക്കുമുള്ള സംസാരത്തിലും എല്ലാം അവനും എന്നെ ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കിയതും രണ്ടും കൽപ്പിച്ച് ഞാൻ അവനോട് എന്റെ ഇഷ്ടം പറഞ്ഞു. ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അവന്റെ ഉള്ളിലും ഞാനുണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞു. പിന്നീട് ഞങ്ങളുടെ ദിവസങ്ങളായിരുന്നു. പരസ്പരം മത്സരിച്ച് സ്നേഹിച്ചു ഞങ്ങൾ. അവന് വേണ്ടി വെജ് ഫുഡ്സ് കഴിക്കാൻ ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വേണ്ടി അവൻ അവനെ തന്നെ മാറ്റിമറിച്ചു. അവന്റെ ഡ്രസ്സ്, ഹെയർ സ്റ്റൈൽ, കണ്ണട, ചന്ദനക്കുറി എല്ലാം അവൻ എനിക്ക് വേണ്ടി മാറ്റി. ഒരു കുഴപ്പവുമില്ലാതെ ദിവസങ്ങൾ മാറി മറിഞ്ഞു. കൂടുതൽ ശക്തിയോടെ ഞങ്ങളുടെ പ്രണയവും. നാട്ടിൽ നിന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് അമ്മ വിളിക്കുന്നുണ്ട്. നാട് ചെന്നാൽ നമ്മുടെ കാര്യം വീട്ടിൽ പറയാം എന്ന് പറഞ്ഞ് എന്നോട് യാത്ര പറഞ്ഞു പോയവനാ. പക്ഷെ പിന്നീട് അവൻ വിളിച്ചില്ല, മെസ്സേജ് അയച്ചില്ല. അവന് യാതൊരു വിവരമില്ലാതെ ശ്വാസം മുട്ടി സഹിക്കാൻ കഴിയാതെ ആയപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് വന്ന് അവനെ കണ്ടുപിടിക്കാൻ. അത് പറയുമ്പോൾ യാമിയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. എന്നിട്ട് കണ്ടുപിടിച്ചില്ലേ? രുദ്രന്റെ ചുണ്ടിൽ ഒരു പരിഹാസമോ കളിയാക്കലോ അങ്ങനെ എന്തൊക്കെയാണ്.
ഇല്ല, അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എവിടെയാണെന്നോ എന്തായെന്നോ അറിയാതെ. യാമിയുടെ ശബ്ദം ഇടറിപ്പോയി. താൻ താലി ചാർത്തിയ പെണ്ണ് മറ്റൊരുവന് വേണ്ടി കണ്ണുനീർ വാർക്കുന്നു. അവന്റെ ഉള്ളിൽ ഒരു കനൻ കോരിട്ടതുപോലെ പൊള്ളിപ്പിടഞ്ഞു. പ്രേമിച്ചിട്ടോ സ്നേഹിച്ചിട്ടോ ഇല്ലെങ്കിലും ഇന്നലെ മുതൽ ഇവൾ തന്റെ പെണ്ണല്ലേ എന്നൊരു ചിന്തയാണ് അവന്. അവന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചൂടായിരുന്നോ? വലിച്ചു തീർന്ന സിഗരറ്റ് കുറ്റി നിലത്തേക്കിട്ട് അതിനെ ചവിട്ടി അരച്ചുകൊണ്ട് അലസമായി രുദ്രൻ പറയുമ്പോൾ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല അവൻ. ഞാന് ഋഷിയും അവന്റെ വീട്ടിലേക്ക് പോയതാ. അവൻ അവിടെ ഇല്ല. അവന്റെ വീട്ടുകാരുടെ വിചാരം അവൻ ഇപ്പോഴും UK ഉണ്ടെന്നാണ്. അങ്ങനെയല്ലെന്ന് ഞാൻ തിരുത്താനും പോയില്ല. അവരൊക്കെ പഴയ ആൾക്കാരല്ലേ, പേടിച്ചു പോകും. യാമി പറയുമ്പോൾ വെറുതെ ഒന്ന് മൂളുക മാത്രം ചെയ്തു അവൻ. അവനിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല. അവന്റെ വീട്ടുകാർക്ക് അറിയില്ല. എവിടെ പോയി അവനെ അന്വേഷിക്കണമെന്ന് അറിയില്ല. ഞാൻ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തുവെങ്കിലും അവരും കാര്യമായി ഇത് അന്വേഷിക്കുന്നില്ല. അതിനിടയിൽ നമ്മുടെ കല്യാണവും അതിന്റെ ടെൻഷനും. എങ്ങനെയെങ്കിലും UK പോയി അവിടുന്ന് അവനെ അന്വേഷിക്കാന്നാണ് ഞാൻ പിന്നെ കരുതിയത്. പക്ഷേ അവൻ UK ഇവിടെയാണ്. അവനെ അന്വേഷിക്കേണ്ടത് ഇവിടെയാണ്. തനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പ്രതീക്ഷയോടെയുള്ള നോട്ടം രുദ്രനെ നോക്കുമ്പോൾ ഒരു ചിരിയോടെ ഒന്ന് മെല്ലെ തലയാട്ടി രുദ്രൻ. എന്തിന് ഹെൽപ്പ്? അവളുടെ മനസ്സ് പകല് പോലെ അറിയാമെങ്കിലും ഒരു ചിരിയോടെ രുദ്രൻ ചോദിച്ചു. ഹരിയെ കണ്ടുപിടിക്കാൻ. അവന്റെ ചിരിയിൽ ഉള്ളിലെ പ്രതീക്ഷ മുഴുവൻ കെട്ടടങ്ങിയവൾ മെല്ലെ പറഞ്ഞതും, ഇല്ല, എനിക്ക് വേറെ പണിയുണ്ട്. ഇതുവരെ ഋഷിയല്ലേ നിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ടും അവനുണ്ടാവും. എന്നെ നോക്കണ്ട, വാ പോവാം. ഇപ്പൊ തന്നെ വൈകി, വീട്ടിൽ അന്വേഷിക്കും. ബൈക്കിനടുത്തേക്ക് നടന്നുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ ഇത്രയും നേരം താൻ പറഞ്ഞത് വെറും ഒരു കഥയെ മാത്രം കേട്ടു നിന്നവനോട് വല്ലാത്തൊരു ദേഷ്യവും പരിഭവവും തോന്നി യാമിക്ക്. ബൈക്കിനടുത്തേക്ക് നടക്കുന്നവന്റെ ചുണ്ടിനു കോണിൽ ഒരു പുച്ഛമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്നിട്ടും ഒന്നും അറിയിക്കാതെ അവൾ തന്നെ കൂടെ ഇതിൽ പിടിച്ചിട്ടതിന്റെ ദേഷ്യം. ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴും രണ്ടുപേരും മൗനത്തിലാണെങ്കിലും രണ്ടുപേരുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നു. നിങ്ങൾ ഇതുവരെ ഒരുങ്ങിയില്ലേ? അവരൊക്കെ നിങ്ങൾ അവിടെ കഴിക്കാതെ കാത്തിരിക്കുവല്ലേ? ദേവിയും കുട്ടി വേഗം പോവാൻ നോക്കുണ്ണി. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഋഷിയെ കാണെ സിത്താര അല്പം ധൃതിയിൽ പറഞ്ഞു. എന്റെ അമ്മേ, ഞാൻ എപ്പോഴോ ഒരുങ്ങിയതാ. അവൾക്ക് ഒരുങ്ങിയിട്ട് മതിയാവാത്തത്. ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെച്ചൊരു പുഞ്ചിരിയുടെ പറഞ്ഞ് അവൻ അടുത്തേക്ക് വന്നു. ദേവ എന്ന് നീട്ടി വിളിച്ചിരുന്നു സിത്താര. ദാ വരുന്നു സിത്തു ആന്റി. അത്യാവശ്യത്തിന് മാത്രം ഇത്തിരി മേക്കപ്പെട്ട് ഒരു ഇളനീല ചുരിദാറിൽ ഒരു കൊച്ചു സുന്ദരിയായി ഓടിപ്പിടഞ്ഞു വന്ന ദേവ പറഞ്ഞു. അവരുടെ അടുത്തേക്ക് എത്തി ഒന്ന് കിതച്ചു നിന്നു. ദേവ, ഞാൻ എന്താ ഇന്നലെ മുതൽ എന്നെ വിളിക്കാൻ പറഞ്ഞത്? മറന്നുപോയോ നീ? അല്പം ഗൗരവത്തോടെ എന്നാൽ ഒട്ടും കടുപ്പമില്ലാതെ സിത്തു അവളെ നോക്കി ചോദിച്ചു. അത് എനിക്ക് പെട്ടെന്ന് അങ്ങനെയൊന്നും വരില്ല സിത്തു ആന്റി. അവളൊരു വല്ലായ്മയോടെ പറഞ്ഞു തുടങ്ങിയതും അവളെ നോക്കി മുഖം വീർപ്പിച്ചു സിത്തു. ശരി ശരി, സിത്തു ആന്റി അല്ല, അമ്മാന്ന് വിളിച്ചോളാം ഞാൻ. വീർപ്പിച്ചു കേട്ടി കവളിലൊന്നുള്ളി ഒരു ചിരിയോടെ സിത്തു പറഞ്ഞു. അവരുടെ മുഖം നിമിഷം നേരം കൊണ്ടൊന്ന് വിടർന്നു. ഇതെല്ലാം കണ്ട ഒരു പുഞ്ചിരിയുടെ ഋഷി നിന്നുവെങ്കിലും അവരുടെ ഇടയിൽ കയറിയൊന്നും മിണ്ടിയില്ല അവൻ. എന്നാ ഇനി വൈകാതെ അങ്ങോട്ട് ചെല്ല്. പിന്നെ നാളെ തന്നെ സച്ചുവിനെയും ലച്ചുവിനെയും രുദ്രനെയും യാമിയെയും ഇങ്ങോട്ട് വിളിക്കണം. ഞാനും അച്ഛനും അവർക്ക് വിളിക്കും. അതിനു മുന്നേ നീയൊന്നും പറഞ്ഞേക്ക് കേട്ടല്ലോ ഋഷി. സിത്തു പറഞ്ഞതും ഒന്ന് മൂളിയവൻ മുന്നോട്ട് നടന്നും. എന്നാ പോട്ടെ സിത്തു ആന്റി. അയ്യോ, ആന്റി അല്ല, അമ്മ, സിത്തു അമ്മ. ആന്റി എന്ന് വിളിച്ചതും വീണ്ടും ആ മുഖം വാടിയെന്ന് കാണെ പെട്ടെന്ന് തിരിഞ്ഞ് ദേവ അവരുടെ കവിളിലൊന്ന് മുത്തി ഋഷിയുടെ പിന്നാലെ നടന്നു. മുറ്റത്തെത്തിയതും മുന്നിൽ നിൽക്കുന്ന ബൈക്കിലേക്കും കാറിലേക്കും നോക്കി നിൽക്കുന്നവനെ കാണെ അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. എന്തായി നോക്കുന്നേ? പോവാം. ദേവ അവന്റെ പിന്നിലായി വന്നു പറഞ്ഞതും നമുക്ക് നടന്നാലോ ദേവ? ഒരു കള്ളച്ചിരിയോടെ അവളെ ചെരിഞ്ഞു നോക്കിയവൻ പറയുമ്പോൾ അവളുടെ ഉള്ളവും ചെറുതായൊന്ന് പിടഞ്ഞുപോയി. ഒരുപാട് കാലം സ്വപ്നം കണ്ട കാഴ്ചയാണ് ഇന്നവൻ തന്നോട് ചോദിക്കുന്നത്. പക്ഷെ പെട്ടെന്നെല്ലാം വിട്ടുകൊടുക്കാനും മനസ്സിൽ മൂടിവെച്ച സ്നേഹവും സ്വപ്നങ്ങളും അവന് മുന്നിൽ തുറന്നു കാണിക്കാനും അവൾ ഒരുക്കമല്ല. എന്തിന്? അവന്റെ ആഗ്രഹം അതിനിരട്ടിയായി തന്റെ ഉള്ളിൽ തുടികൊള്ളുന്നുണ്ട്. എങ്കിലും ഗൗരവം ഒട്ടും വിടാതെ ദേവ ചോദിച്ചതും വെറുതെ കൈകോർത്ത് ചുമ്മാ ഇത്തിരി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഈ പാടത്തൂടെ നടന്ന് നമുക്ക് തറവാട്ടിലേക്ക് പോകാം. എന്ത് പറയുന്നു? കണ്ണത്താ ദൂരം വരെ പച്ച വിരിച്ച നെൽപ്പാടത്തിലേക്ക് നോക്കി അവൻ പറയുമ്പോൾ അവളുടെ മിഴികളും ആ പാടത്തിനടുത്തേക്ക് ചെന്നെത്തി. ഇവിടെ നടന്നു തുടങ്ങിയാൽ പിന്നെ ഒരു 10-15 മിനിറ്റ് മാത്രം നടന്ന മതി പാടത്തിന്റെ അവസാനം കോവിലകം വീടിന്റെ ഇടതുഭാഗത്തേക്ക് എത്താം. പിന്നെ ഈ നട്ടിച്ച സമയത്ത് ഇനി പാടത്തൂടെ കൈയും പിടിച്ചിട്ട് നടക്കാഞ്ഞിട്ടാ. ഇതൊക്കെ കൊതിച്ച സമയത്ത് ആട്ടി ഓടിച്ചിട്ട് അങ്ങേരുടെ ഒരു വർത്താനം. ആദ്യം കുറച്ച് ശബ്ദത്തിൽ പിന്നെയുള്ള പരിഭവം പറിച്ച് സ്വയം കേൾക്കാൻ പാകത്തിന് പിറുപിറുത്ത് പറഞ്ഞ് കാറിന്റെ ഡോർ തുറന്ന് ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു അവൾ. അവളെ നോക്കി ദീർഘശ്വാസം എടുത്ത് അവനും കാറിലേക്ക് കയറിയിരുന്നു. കാറിൽ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. തന്നെ അവളിങ്ങനെ അകറ്റി നിർത്തുമ്പോൾ തോന്നുന്ന 100 ഇരട്ടി സങ്കടം ആ മനസ്സിൽ താൻ നൽകിയിട്ടുണ്ട് എന്ന ചിന്ത അവനെ വന്ന് മൂടുന്നുണ്ട്. അതിനെല്ലാം പകരം സ്നേഹം കൊണ്ടവളെ വീർപ്പ് മുട്ടിക്കണം എന്നുണ്ട്. പക്ഷെ തന്നിൽ നിന്ന് മനഃപൂർവ്വം അകന്നു നിൽക്കുന്നവളെ എന്ത് പറഞ്ഞ് തന്നിലേക്ക് ചേർത്ത് പിടിക്കണം എന്ന് മാത്രം അവനറിയില്ല.
അവനെ അകറ്റി നിർത്താനും ചേർത്ത് നിർത്താനും കഴിയാതെ ആ പെണ്ണിന്റെ മനസ്സും കലങ്ങി മറിഞ്ഞു തുടങ്ങിയിരുന്നു. ഋഷിയുടെ കാർ ആ വലിയ ഗേറ്റ് കടന്ന് കോവിലകത്തേക്ക് കയറിയതേ കണ്ടു. തങ്ങളെ കാത്തുന്ന പോലെ നിൽക്കുന്ന ഇന്ദ്രനെ. ഋഷി കാർ ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്തിയതും വേഗത്തിൽ കാറിൽ നിന്നിറങ്ങി ദേവ ഓടിച്ചെന്ന് ഇന്ദ്രനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവളുടെ തലയിൽ അത്രയും വാത്സല്യത്തോടെ തലോടി ഇന്ദ്രനും. 2 ദിവസം പോലും ആയിട്ടില്ല. എങ്കിലും തന്റെ മകളുടെ അഭാവം വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു അച്ഛന്റെ മനസ്സ്. എന്താടോ വൈകിയേ? ഇടം കൈയാൽ ദേവയെ ചേർത്ത് പിടിച്ച് വലം കൈ കൊണ്ട് ഋഷിക്ക് കൈ കൊടുത്ത് ഇന്ദ്രൻ ചോദിച്ചതും. അത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ ഇത്തിരി വൈകിപ്പോയി ഇന്ദ്രൻ മാമേ. എന്നത്തെയും പോലെ ബഹുമാനത്തോടെ ഇന്ദ്രനെ നോക്കി ഋഷി പറയുമ്പോൾ അവനെയും അയാളിലേക്ക് ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു ഇന്ദ്രൻ. അമ്മയുടെയും അച്ഛമ്മയുടെയും സ്നേഹത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ ഇവർ ഈ സ്നേഹമൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ചിന്തിച്ചു പോയി ദേവ. അവൾക്ക് ഒരുക്കി കൊടുത്തും കഴിപ്പിച്ചും സീതയും അച്ഛമ്മയും സ്നേഹം കൊണ്ട് മൂടുമ്പോൾ ലച്ചു അവളെ ഒരു ഭാഗത്തേക്ക് വിളിച്ചു നിർത്തി വാശിക്കൊന്നും നിൽക്കാതെ ഏട്ടനൊപ്പം സ്നേഹത്തോടെ കഴിയണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. തന്നെ പോലെ അവളും സന്തോഷത്തോടെ കഴിയണം എന്ന് മാത്രമായിരുന്നു ലച്ചുവിന്റെ മനസ്സ് നിറയെ. ആരോട് അടുക്കാനും അകലാനും കഴിയാതെ യാമിയും ദേവിയും ഋഷിയും വന്ന് ഒത്തിരി സമയം കഴിഞ്ഞാണ് രുദ്രൻ വീട്ടിലേക്ക് വന്നത്. അവന്റെ നോട്ടം ആദ്യം പോയത് മാവിൻ ചുവട്ടിൽ നിന്ന് തനിയെ സംസാരിക്കുന്ന ഋഷിയിലേക്കും യാമിയിലേക്കുമാണ്. ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോൾ അവര് മാത്രം മാറി നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഹരിനന്ദനെ കുറിച്ച് തന്നെയാവും എന്ന് അവൻ അറിയാമായിരുന്നു. അവര് രണ്ടുപേരെയും അങ്ങനെ കാണെ എവിടുന്നൊക്കെ ഒരു ദേഷ്യം അവന്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തി. എങ്കിലും വീടും വീട്ടുകാരെ ഓർത്തവൻ കണ്ണുകളൊന്നും മുറുകെ അടിച്ചു തുറന്ന് അകത്തേക്ക് നടന്നു. അവിടെ ദേവ പോകുമ്പോൾ കൊണ്ടുപോകാനായി എന്തൊക്കെയോ അവൾക്ക് കൊടുത്തുവിടാനായി ഒരുക്കുന്ന തിരക്കിലാണ് അമ്മയും ബാക്കിയുള്ളവരും. രുദ്രന്റെ മിഴികൾ ദേവയെ തിരഞ്ഞ നിമിഷം തന്നെ ഏട്ടാ എന്ന് വിളിച്ച് അവനെ പിന്നിലൂടെ വന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചിരുന്നു ദേവ. അവളോട് എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഋഷിയും യാമിയും അകത്തേക്ക് വരുന്നവൻ കാണുന്നത്. അവരെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ രുദ്രൻ മുകളിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും രുദ്ര പിന്നിൽ നിന്ന് ഋഷി വിളിച്ചതും ഒട്ടും താല്പര്യമില്ലാത്ത പോലെ അവനെ തിരിഞ്ഞു നോക്കി രുദ്രൻ. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, ഒന്ന് പുറത്തേക്ക് വാ. അവന്റെ മുഖത്തെ ഭാവവും ഗൗരവവും അവിടെ നിൽക്കുന്ന മറ്റാർക്കും മനസ്സിലായില്ല. എങ്കിലും തന്നെ അവൻ എന്തിനാണ് വിളിക്കുന്നതെന്നും എന്താണ് പറയാൻ പോകുന്നതെന്നും രുദ്രന് വ്യക്തമായി അറിയാമായിരുന്നു. രുദ്ര, ഞാൻ പറയുന്നത് നീ ഒന്ന്. മുണ്ടും മടക്കി കുത്തി പുറംതിരിഞ്ഞു നിൽക്കുന്നവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എല്ലാം എന്നറിയില്ല, എങ്കിലും അല്പം മയത്തിൽ പറഞ്ഞു തുടങ്ങിയ ഋഷി കത്തിക്കും വിധമൊന്നും തിരിഞ്ഞു നോക്കി രുദ്രൻ. അവളെയും അവളുടെ മറ്റവനെയും കുറിച്ചാണ് പറയാൻ പോകുന്നതെങ്കിൽ നീ വാ തുറക്കരുത്. പെങ്ങളെ കെട്ടിയവനാണെന്നോ അച്ചമ്മയുടെ പുന്നാര പേരക്കുട്ടിയാണെന്നോ ഈ സമയം നോക്കില്ല, ഞാൻ അടിച്ച് കരണം പൊളിക്കും. അവന് നേരെ വിരൽ ചൂണ്ടി രുദ്രൻ പറയുമ്പോൾ തള്ളവിരൽ കൊണ്ട് നെറ്റിയൊന്ന് ഒഴിഞ്ഞു ഋഷി. പെങ്ങളെ തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പിന്നല്ലേ അവളുടെ കാട്ടുപോത്തിന്റെ സ്വഭാവമുള്ള ഏട്ടനെ. എടാ ഞാൻ പറയട്ടെ. യാമിയുടെ മുഖം മനസ്സിലേക്ക് വന്നും മിണ്ടാതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് ഓർത്തുകൊണ്ട് വീണ്ടും പറയാൻ ഒരുങ്ങി ഋഷി. വേണ്ട, അവൾ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് മതി. പിന്നെ അതൊക്കെ പറയേണ്ടത് സഹായം ചോദിക്കേണ്ടത് ഇപ്പോഴല്ലായിരുന്നു. അവളുടെ കഴുത്തിൽ ഞാൻ ആ താലി ചാർത്തുന്നതിന്റെ ഒരു സെക്കൻഡ് മുന്നേ അവൾ ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആരെതിർത്താലും അവളുടെ കൂടെ ഞാൻ നിന്നേനെ. ഇനി നീയോ അവളോ എന്റെ കാല് പിടിച്ച് പറഞ്ഞാലും ഞാൻ ഒന്നിനും കൂട്ടു നിൽക്കില്ല. അവളെ എന്റെ ഭാര്യയാ, ജീവിതകാലം മുഴുവൻ ഇനി അതങ്ങനെ തന്നെ ആയിരിക്കും. അതിപ്പോ എന്റെ അവസാനം വരെ സന്തോഷത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിലും ഇതിപ്പോ എന്റെ ഒരു വാശിയാ. അതുകൊണ്ട് വല്ലാതെ സെന്റി അടിക്കാതെ ഡോക്ടറാളെയും പോകാൻ നോക്ക്. മുഖത്താവോളം പുച്ഛം നിറച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. ഒരു ദീർഘശ്വാസം എടുത്തു ഋഷി. ശരി, ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ അവളെ സഹായിക്കുക. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു തോറ്റുപോയതാ. പക്ഷേ നിന്നെ കൊണ്ട് പറ്റും. ഒരുപക്ഷെ നിന്നെ കൊണ്ട് മാത്രമേ ഇതൊക്കെ പറ്റൂ. ഈ ആമയോടുള്ള ദേഷ്യത്തിന് നീ ഇപ്പോ പിന്നോട്ട് നിന്നാൽ കുറച്ചു ദിവസം കഴിയുമ്പോ ന്യൂസിലോ പേപ്പറിലോ ഒരു വാർത്ത വരും. 25 വയസ്സുള്ള യുവാവിന്റെ ജഡം എവിടെയെങ്കിലും കണ്ടെത്തി എന്നറിഞ്ഞാൽ അപ്പോ ഒന്ന് സഹായിക്കാമായിരുന്നു എന്നൊരു കുറ്റബോധം നിനക്ക് വരരുത്. ഋഷി അതും പറഞ്ഞ് തിരികെ നടന്നു. കുറച്ച് മുന്നോട്ട് നടന്നും തിരിഞ്ഞു നോക്കിയതും കണ്ടു എന്തോ ആലോചിച്ച് തിരിഞ്ഞു നിൽക്കുന്നവനെ. ഋഷിയുടെ ചുണ്ടിൽ പെട്ടെന്ന് കാണാൻ കഴിയാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു ആ നിമിഷം. അച്ഛമ്മേ, പോയിട്ട് വരാം. അമ്മേ, അച്ഛ പോവാണേ. എല്ലാവരും കെട്ടിപ്പിടിച്ച് ദേവ പറയുമ്പോൾ അവളെയും ചേർത്ത് പിടിച്ച നെറ്റിയിലൊന്ന് ചുംബിച്ചു സീത. ഒന്ന് നോക്കിയാൽ കണ്ണെത്തുന്നിടത്താണ് അവൾ. എങ്കിലും ഈ യാത്ര പറഞ്ഞുള്ള പടിയിറക്കം എന്തോ എല്ലാവരുടെ ഉള്ളിൽ കുഞ്ഞൊരു നോവുണ്ടായിരിക്കുന്നു. ഋഷി വന്നതേ അവന്റെ നോട്ടം ചെന്നെത്തിയത് കാറിന്റെ ഡിക്കിയിലും പിൻസീറ്റിലുമാണ്. എന്തൊക്കെയോ സാധനങ്ങൾ വെച്ച് നിറച്ചിട്ടുണ്ട്. അയ്യോ എന്റെ അമ്മമ്മേ, ഇതൊക്കെ ഒന്നും വേണ്ട, ഞങ്ങൾ ഈ പാടത്തോട്ട് ഇറങ്ങി അങ്ങ് നടക്കുവാണ്. ഋഷി പറയുന്നത് കേൾക്കെ ദേവ അവനും ചെറഞ്ഞു നോക്കി. ഇവിടെ എല്ലാവർക്കും മുന്നിൽ അവൻ എന്ത് പറഞ്ഞാലും താൻ എതിർക്കില്ല എന്ന ധൈര്യമാണ് അവന്. പക്ഷേ ഉള്ളിൽ എവിടേക്കോ താനും കൊതിക്കുന്നില്ലേ അവനോടൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ ഉണ്ട്. അവന്റെ കൈകൾ കോർത്ത് നടക്കാനും അവനോട് കളി പറഞ്ഞിരിക്കാനും ഇണങ്ങാനും പിണങ്ങാനും എല്ലാം താനും കുതിച്ചു പോകുന്നുണ്ട്. ഇല്ലെന്ന് എത്ര പറഞ്ഞാലും അതാണ് സത്യം.
അവളുടെ മിഴികൾ അവനറിയാതെ അവനെ തേടി ചെന്ന ആ നിമിഷം അത്രയും പ്രണയത്തോടെ അവന്റെ മിഴികൾ അവളുടെ മിഴികളുമായി കോർത്തുപോയി. അവളെ മാത്രം നോക്കി ഒന്ന് കണ്ണു ചിമ്മി തുറന്നവൻ എല്ലാവരുടെ യാത്ര പറഞ്ഞും നാമോ ജാളിതയോ അവൻ എന്തൊക്കെയോ വന്ന് മൂടി അവളെ. നീ എന്താ ഉണ്ണിയെ ഈ പറയുന്നേ? അപ്പോ ഇതിൽ വെച്ച സാധനങ്ങളോ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതല്ലേ? അമ്മയുടെ മുഖം പരിഭവം കൊണ്ട് വീർത്തു. അതൊക്കെ കാറിൽ തന്നെ ഇരുന്നോട്ടെ അമ്മാമേ. കാർ ഇനി വൈകുന്നേരം അച്ഛനും അമ്മയും വരുമ്പോ അവര് കൊണ്ടുവന്നോളും. ഇതിപ്പോ എന്റെയും ദേവയുടെ ഒരു ആഗ്രഹമാ, അല്ലേ ദേവാ? ഋഷി ഒരു പുഞ്ചിരിയുടെ അത്രയും പറഞ്ഞ് ദേവയെ നോക്കിയതും എല്ലാവരുടെ നോട്ടം അവളിലേക്ക് നീണ്ടു. ആ അതെ. തന്നെ നോക്കുന്നവരുടെ മിഴികളിൽ സന്തോഷം കളയാൻ തോന്നാതെ പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞ് സമ്മതിച്ചു. ഋഷിയുടെ ചുണ്ടിൽ മനസ്സിൽ കരുതിയത് നടന്നു എന്ന പോലെ ഒരു വിജയച്ചിരി തെളിഞ്ഞു. ആ ചിരിയോടെ തന്നെ എല്ലാവരോടും ഒന്നുകൂടെ യാത്ര പറഞ്ഞ് സച്ചുവിനെയും ലച്ചുവിനെയും ഒന്നുകൂടെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ച് ദേവിയുടെ കയ്യിൽ കൈകോർത്ത് ഋഷി ഇറങ്ങിയതും അവർ രണ്ടുപേരും കൈകോർത്ത് പോകുന്ന മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരിയുടെ നോക്കി നിന്നു ഇന്ദ്രനും സീതയും അച്ചമ്മയും. ലച്ചുവിനോട് ഒന്നും മിണ്ടിയാൽ എന്താ? അവള് നിങ്ങൾ എത്ര തവണ നോക്കി? നിങ്ങളുടെ മനസ്സിൽ അവള് പെങ്ങളല്ലേലും എന്റെ ലച്ചു നിങ്ങളെ കാണുന്നത് സ്വന്തം ഏട്ടനായിട്ട് തന്നെയാ. പാടത്തിന് നടുവിലെത്തിയതും ചൊടിയോടെ അവനോട് ചോദിച്ചു ദേവ. ഞാൻ മിണ്ടിയല്ലോ അവരോട്. വിരുന്നിന് വരാൻ പറഞ്ഞില്ലേ ഞാൻ? നീ കേട്ടതല്ലേ? പിണക്കം മാറിയിട്ടില്ലെങ്കിലും പണ്ടത്തെ പോലെ തന്നോട് സംസാരിക്കുന്ന ദേവയെ അറിയെ ഉള്ളിൽ തുടിച്ചു കൊള്ളുന്ന ഒരു സന്തോഷം തോന്നിയെങ്കിലും അതൊട്ടും പുറമേ കാണിക്കാതെ പറഞ്ഞു ഋഷി. അങ്ങനെയല്ല, എന്റെ ഏട്ടനെ എന്നെ കണ്ടപ്പോ എങ്ങനെ കെട്ടിപ്പിടിച്ചു, നെറ്റിയിൽ ഉമ്മയൊക്കെ വെച്ചില്ലേ, എന്നിട്ട് സംസാരിച്ചില്ലേ, അതുപോലെ എന്റെ ലച്ചുവിനോട് ചെയ്താൽ എന്താ? ദേവിയുടെ മുഖത്ത് ലച്ചുവിനെ ഓർത്ത് സങ്കടമോ ദേഷ്യമോ അങ്ങനെ എന്തൊക്കെയോ വരുന്നു. അതിന് നീയും നിന്റെ ഏട്ടനും പോലെയാണോ ഞങ്ങള്? നീ നിന്റെ ചേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചൊക്കെയല്ലേ വളർന്നത്? അതുപോലെയാണോ ഞാനും ലച്ചു? ഞാൻ പണ്ട് മുതൽ എങ്ങനെയാണ് അത് അവൾക്കും അറിയാം. അവന്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു. വീട്ടിൽ അവൾ ഇല്ലാത്ത കുറവുകൾ ഒരുപാടുണ്ട്. അവളുടെ മുറിയിലെ ശൂന്യത അച്ഛനെ അമ്മയും പോലെ തനിക്കും വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തുറന്നു പറയാനോ അവളോട് ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹം കാണിക്കാനോ തനിക്ക് കഴിയുന്നില്ല. അതിന്റെ ഒരു വീർപ്പുമുട്ടൽ അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ദേവയുടെ ചോദ്യങ്ങളും. രുദ്രനെയും ദേവയും പോലെ അല്ലെങ്കിലും ഇത്തിരി സ്നേഹം അവളോട് കാണിക്കാൻ അവന്റെ ഉള്ളം വല്ലാതെ കൊതിച്ചു പോകുന്നു. കൺമുന്നിൽ ഇത്രയും കാലം ഉണ്ടായിട്ടും യാതൊരു വിലയും കൊടുക്കാതെ ഇപ്പൊ പെട്ടെന്ന് താൻ എങ്ങനെ അവൾക്ക് തന്റെ ഉള്ളിൽ അവൾക്കായി കരുതി വെച്ച സ്നേഹം ഉള്ളു തുറന്നു നൽകും? പാഠവും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും അവന്റെ മനസ്സിൽ ലച്ചുവിനെ കുറിച്ചുള്ള ചിന്തകൾ വന്നു മൂടി. അടഞ്ഞ റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്നും രുദ്രൻ കാണുന്നത് കട്ടിൽ കൂടിയിരുന്ന കണ്ണുകൾ നിറച്ച് തന്നെ നോക്കുന്നവളെയാണ്. മറ്റൊരുവിനു വേണ്ടി കണ്ണുനീർ പൊഴിക്കുന്നവളെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളം ഒരു പിടപ്പോടെ അവളിൽ നിന്ന് ഓട്ടം മാറ്റി. നിന്റെ മറ്റവന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് വേണം. ഇനി അവന്റെ കൂടെ പൊറുക്കാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അതിന് ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. അവനെ കണ്ടെത്തിയ ആ നിമിഷം കഴുത്തിൽ ഞാൻ കെട്ടിയ താലി അഴിച്ചു വെച്ച് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പടി ഇറങ്ങിക്കോണം. അവളുടെ കണ്ണിലേക്ക് നോക്കി അത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ യാമി ഒരു നിമിഷം അവൻ പോകും നോക്കിയിരുന്നു പോയി. വാശിയും കുറുമ്പും ഒന്നും കാണിക്കാതെ ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടല്ലോ. 2-3 മാസം കഴിഞ്ഞിട്ട് രുദ്രനെയും കൂട്ടി അങ്ങോട്ട് വരണം. കുറച്ചു കാലം നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാം കേട്ടല്ലോ. ഇപ്പൊ എന്റെ യാമിക്കുട്ടി കരയാതെ ഡാഡിയും മമ്മിയും ഹാപ്പി ആയിട്ട് യാത്ര അയച്ചേ. തന്റെ നെഞ്ചോട് ഒട്ടിക്കിടന്ന് കരയുന്നവളുടെ തോളിൽ തട്ടി സിദ്ധുവച്ചൻ പറയുന്നുണ്ടെങ്കിലും എന്തിനോ അയാളുടെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു. ഇന്ദ്രനും സീതയും ഒരു ദീർഘശ്വാസം എടുത്ത് പരസ്പരം നോക്കിപ്പോയി. സച്ചുവുമായുള്ള കല്യാണം നടന്നിരുന്നുവെങ്കിൽ 7 കടലും താണ്ടി തന്റെ മകളെ അത്രയും ദൂരം പറഞ്ഞയക്കേണ്ടി വന്നേനെ. ഇതിപ്പോ അവൾ എപ്പോഴാണ് കാണാൻ തോന്നുന്നേ അപ്പോ 2 അടി നടന്നാൽ മതി. കണ്ണു നിറയെ അവളെയും ഇനി അവൾക്ക് പിറക്കാൻ പോകുന്ന മക്കളെയും കാണാം. ഋഷിയുടെ കയ്യിൽ അവളെ ആദ്യമേ ഏൽപ്പിക്കാൻ എന്തേ തങ്ങൾക്ക് തോന്നിയില്ല എന്നൊരു ചിന്തയാണ് ഇപ്പോ അവരിൽ രണ്ടുപേരിലും. കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസമാണ് ഇങ്ങനെ ഒരു യാത്ര ഉണ്ടാവുന്നത്. ബിസിനസിന്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു വിളിച്ചതും പിന്നെ ഒന്നും നോക്കാതെ പുറപ്പെടുകയാണ് അവർ. ഋഷിയുടെ നോട്ടം മുഴുവൻ സിത്തു അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നവളിലാണ്. കല്ലുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും തന്റെ ഹൃദയം അവളെ നോക്കുന്തോറും പിടഞ്ഞു പോകുന്നത് എന്തേ? കല്യാണം കഴിഞ്ഞ് അവൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇല്ലാത്ത പിടച്ചിലാണ് ഇപ്പോ. അവൾ കണ്ണെത്താ ദൂരത്തേക്ക് പോകുന്നത് അറിഞ്ഞ നിമിഷം ഒന്ന് ചേർത്ത് പിടിക്കുകയോ അടുത്തിരുന്നൊന്ന് സംസാരിക്കുകയോ ചെയ്യാതെ അകറ്റി നിർത്തിയ ദിവസങ്ങളും നിമിഷങ്ങളും അവന്റെ മുന്നിൽ നിന്ന് കളിയാക്കി ചിരിക്കും പോലെ. ഇവളെന്റെ പെങ്ങളൊന്നും അല്ലെന്ന് ഉറക്കെ എല്ലാവരുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞ തന്റെ ചങ്ക് പിടയുന്നത് ഇനി മുതൽ അവളെ കാണാൻ കഴിയില്ലെന്ന് ഓർത്തല്ലേ? അളിയ, അപ്പൊ പൊക്കോട്ടെ. ഞങ്ങളുടെ നിധിയെയാണ് കയ്യിൽ തന്നേക്കുന്നത്. പൊന്നുപോലെ നോക്കിയേക്കണം. ഡിക്കിയിലെല്ലാ ബാഗും പെട്ടിയും വെച്ച് തിരിഞ്ഞ് രുദ്രന്റെ കൈ ചേർത്തൊരു ചിരിയോടെ സച്ചി പറയുമ്പോൾ രുദ്രന്റെ മിഴികൾ യാമിയിലേക്ക് ഒന്ന് എത്തി നിന്നു. ആ നിമിഷം യാമിയും രുദ്രനും നോക്കി. തന്റെ നേർക്കുള്ള അവളുടെ നോട്ടം കാണെ പുച്ഛത്തോടെ മുഖം വെട്ടിച്ചു രുദ്രൻ. ആ സമയം തന്നെ യാത്ര പറയാൻ എന്ന പോലെ ലച്ചു രുദ്രന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എല്ലാവരുടെ ഉള്ളിലും സങ്കടം ഉണ്ടെങ്കിലും ദേവയുടെയും ലച്ചുവിന്റെയും മുഖമെല്ലാം കരഞ്ഞ് കരഞ്ഞ് ചുവന്നു പോയിട്ടുണ്ട്.
എത്ര കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ വെച്ചിട്ടും മതിയാവാതെ പരസ്പരം കവളിലും നെറ്റിയിലും പരസ്പരം ഉമ്മ വെച്ചുകൊണ്ടേയിരുന്നു ദേവയും ലച്ചുവും. കൂട്ടുകാരിയും കൂടപ്പിറപ്പും ആത്മാവിന്റെ പാതിയുമായവരാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു പിരിയൽ സ്വപ്നത്തിൽ പോലും ഓർക്കാത്തവരാണ്. ഇനിയും നിന്നാൽ താൻ അവളെ പിടിച്ചു നിർത്തി പോകുമോ എന്ന് പോലും ഭയന്നതും ഹൃദയം പറിച്ചെടുക്കുമ്പോൾ ലച്ചുവിനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി തിരിഞ്ഞ് അകത്തേക്കോടി ദേവ.